ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ മുസ്ലിങ്ങൾക്ക് എതിരെ ശത്രുക്കൾ നീങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ സംഘികൾ മുസ്ലിങ്ങൾക്ക് നേരെയാണ്. മ്യാൻമറിലേക്ക് നോക്കൂ, അവിടെ ബുദ്ധന്മാർ മുസ്ലിങ്ങൾക്ക് നേരെയാണ്. ശ്രീലങ്കയിലാണെങ്കിൽ തമിഴ് തീവ്രവാദികൾ മുസ്ലിങ്ങൾക്ക് നേരെ തിരിയുന്നു. നമ്മുടെ അടുത്ത രാജ്യമായ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകളാണ് മുസ്ലിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇനി അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ വംശീയവാദികൾ മുസ്ലിങ്ങൾക്ക് നേരെയാണ്. സിറിയയിലാണെങ്കിലോ റഷ്യ അമേരിക്ക സഖ്യ കക്ഷികൾ മുസ്ലിങ്ങൾക്ക് നേരെയാണ്. ഫലസ്തീനിൽ പിന്നെ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം, ജൂതന്മാർ മുസ്ലിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടോ? എന്നാൽ ഒട്ടും അതിശയിക്കേണ്ടതില്ല. ഇത് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളോട് പറയുകയുണ്ടായി, നാനാഭാഗങ്ങളിൽ നിന്നും വിശന്നവൻ്റെ കൈ ഭക്ഷണത്തളികയിലേക്കെന്ന പോലെ മുസ്ലിങ്ങളിലേക്ക് നീണ്ടുവരും. സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടായിരിക്കുമോ? അല്ല, അന്ന് നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും, എന്നാൽ ഒഴുക്ക് വെള്ളത്തിലെ ചപ്പ് ചണ്ടികളെ പോലെയായിരിക്കും. നിങ്ങളെ വഹൻ പിടികൂടിയിരിക്കും. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് വഹൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജീവിതത്തോടുള്ള ആർത്തിയാണ്, മരണത്തോടുള്ള ഭയവുമാണ്. ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അംഗബലങ്ങളെ കൊണ്ട് കരുത്താർജിച്ച മതങ്ങളിൽപ്പെട്ട ഒരു മതം തന്നെയാണ് ഇസ്ലാം. പക്ഷേ പേരിൽ മാത്രം ഇസ്ലാം ഒതുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്.